ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം മണ്ണിൽ പ്രസംഗിച്ചത് ചതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ മണ്ണിൽ ഉണ്ടായ ചതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടി വന്ന ചതിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതേതായാലും നന്നായി. കാരണം ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാര്യംകുന്നത്തിന്റെ പേരിലായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹം, ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 150 കിലോ സ്വർണവും 123 കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു. ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിന്റെ 14 ജില്ലകളിലെ പോലെ തന്നെ 13 ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലായിടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദിച്ചാൽ അറിയാം, റവന്യൂ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചാൽ അറിയാം. അതുപോലെ തന്നെ കേരളത്തിലെ ഏജൻസികളോട് ചോദിച്ചാൽ അറിയാം. എല്ലാ ജില്ലയിലും കള്ളപ്പണം പിടിക്കാറുണ്ട്, എല്ലാ ജില്ലയിലും സ്വർണം പിടിക്കാറുണ്ട്. മുഖ്യമന്ത്രി ആ ജില്ലകളുടെ സ്റ്റാറ്റസ് ഒന്നും പറയാതെ മലപ്പുറത്തിന്റെ സ്റ്റാറ്റസ് മാത്രം പറയാൻ ഈ ജില്ലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ ഈ നാട്ടിലെ മതേതരത്വത്തിനും ഏറ്റവും പേരുകേട്ട ഒരുപാട് സംഭാവനകൾ നൽകിയ ഈ ജില്ലയെ ഈ രീതിയിൽ സംശയമുനയിൽ നിർത്താൻ, ഈ ജില്ലയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ എന്താണ് ആ ചതിപ്രയോഗം? കേരളം മറക്കാവുന്ന ഒരു ചതിപ്രയോഗം, അതും ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം അഭിമന്യനായ പാണക്കാട് തങ്ങളെയും വെറുതെ വിട്ടില്ല. അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല. ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് അന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തെ വിമർശിക്കുന്നത്, പാണക്കാട് തങ്ങന്മാരെല്ലാവരെയും അവർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്, പ്രസിഡന്റന്മാരാണ്. പക്ഷെ അത് മാത്രമാണോ കേരള സമൂഹം അവരെ കാണുന്നത്? കേരള സമൂഹത്തിന് അത് മാത്രമാണോ അവർ തിരിച്ചു നൽകിയത്? ഈ നാട്ടിൽ അസമാധാനം ഉണ്ടാകുമ്പോൾ, മതവൈര്യം കത്തിക്കയറുമ്പോൾ, ജാതിയും മതവും പറഞ്ഞ മനുഷ്യനെ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൂതുമായിട്ട് ഇവിടെ മാത്രമല്ല ഏറ്റവും ഒടുവിൽ മഹാനായ പോപ്പിന്റെ അടുത്ത് വരെ എത്തുന്നതിൽ ധൈര്യം കാണിച്ച തങ്ങളാണ് ഇവിടുത്തെ തങ്ങൾ എന്ന് ആർക്കറിയാത്തത്? സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കക്ഷി ചേരുന്നതിന് പകരം അവിടെ സമാധാനത്തിന് നിൽക്കുന്നവർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാം, അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം തീവ്രവാദത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്.